കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസം, ഗുഡ്നസ് ജീവിതങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവം ധ്യാനപൂർവം വചനം ശ്രവിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നമുക്കെല്ലാവർക്കും പങ്കുചേരാനാവട്ടെ. ഉണ്ണിയായ യേശുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ധ്യാനപൂർവ്വം നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഈശോയെ നമുക്ക് വിളിക്കാം. കാര്യത്തിൽ പിറന്ന കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും കടന്നു വരാനായിട്ട് നമുക്ക് ഈ സമയം ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് പാടാം. യേശുവേ വരണമേ, കർത്താവായ യേശുവേ വരണമേ. യേശുവേ വരണേ, യേശുവേ വരണേ, കർത്താവും നാഥനുമാം യേശുവേ വരണേ. യേശുവേ വരണേ, യേശുവേ വരണേ, കർത്താവും നാഥനുമാം യേശുവേ വരണേ. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. കണ്ണേ തുടച്ചു നീക്കാൻ, വേദനയാകെ മാറ്റാൻ, മൃത്യുവിനെ ജയിക്കാൻ കർത്താവേ വന്നിടണേ. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വരുന്ന ആ വലിയ സന്തോഷവും ആനന്ദവും നമ്മൾ നിറയാൻ നമ്മുടെ ഹൃദയ തലങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അതിലെ എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോകട്ടെ. ഏതെങ്കിലും തെറ്റോ കുറ്റമോ പാപമോ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് ബോധ്യമായാൽ അതേക്കുറിച്ചെല്ലാം പശ്ചാത്തപിച്ച് കണ്ണീരോടെ കർത്താവിടെ മാപ്പ് പറഞ്ഞ് നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരും ചേർന്ന് പാടാം. മാറാനാത്താ, 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 യേശുവേ വരണേ, യേശുവേ വരണേ. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ വന്ന് പിറന്ന ഈശോയ്ക്ക് കുടുംബകാര്യങ്ങളും കുടുംബത്തിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം കൃത്യമായിട്ടറിയാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ സങ്കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ണിയുടെ പാദങ്ങളിൽ വെച്ച് നമുക്കെല്ലാവർക്കും നമ്മുടെ ദുഃഖങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും ഈശോയെ വിളിക്കാം. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. മാറാനാത്താ, മാറാനാത്താ, യേശുവേ വരണേ, യേശുവേ വരണേ. തമ്പുരാൻ കടന്നു വന്നത് ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക്. പരസ്പര വിദ്വേഷം, വെറുപ്പ്, അസൂയ, പക, ജഡികത തുടങ്ങിയ എല്ലാ തിന്മകളും നിറഞ്ഞ ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്നു. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ, നമ്മുടെ ഇടവകയെ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെയെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് തിരുപ്പിറവിയുടെ സന്ദേശം എല്ലാവരിലും എത്തിച്ചേരാൻ, പാപത്തിലും തിന്മയിലും കഴിയുന്നവരൊക്കെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വന്ന്
ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എല്ലാവരും ഒരുങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഈശോയെ നമ്മൾ ജീവിക്കുന്ന ജീവിതങ്ങളിലേക്കും ലോകത്തിലേക്കും നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. മാറാനാഥാ മാറാനാഥാ യേശുവേ വരണേ യേശുവേ വരണേ. മാറാനാഥാ മാറാനാഥാ യേശുവേ വരണേ യേശുവേ വരണേ. ചിന്തകളെ ബോധ്യങ്ങളാക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. നമ്മൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിനോടും ചേർന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം, വിശുദ്ധ യൗസേപ്പിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. അവരത് കർത്താവിൻ്റെ പാദങ്ങളിൽ വയ്ക്കട്ടെ. അങ്ങനെ ഉണ്ണീശോയുടെ അനുഗ്രഹവും കൃപകളും നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളിലേക്കൊക്കെ കടന്നു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളൊക്കെ അടച്ച് നമുക്കൊരു നിമിഷം നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവിന് സമർപ്പിച്ച് ഈശോയെ ഞങ്ങളെ എല്ലാവരെയും ഈ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് ഈ സമയം നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളെ കണ്ണുകളൊക്കെ അടച്ച കരങ്ങൾ കൂപ്പി ഉണ്ണീശോയുടെ പാദങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കർത്താവ് അതെല്ലാം സ്വീകരിച്ച് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മൾ നിറയാനായിട്ട് നമുക്ക് നമ്മുടെ രണ്ട് കരങ്ങളും വിടർത്തിപ്പിടിച്ച് തുറക്കപ്പെട്ട ഈ കരങ്ങളിലൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ട് നമുക്കൊരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ വിഷമതകളും ഞങ്ങളുടെ ഭയങ്ങളും ഞങ്ങളുടെ തകർച്ചകളും ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളും കണ്ടറിയുന്നവനായ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിന്റെയും അങ്ങേക്ക് സ്തുതി പാടിയ മാലാഖമാരുടെ കീർത്തനങ്ങളോടും ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഉണ്ണിക്കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമായ എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്നുള്ള തിരുവാക്യമാണ് നമുക്ക് ഓർക്കാനുള്ളത്. കർത്താവ് നമ്മളോടുകൂടിയുണ്ട്. അതൊരു അനുഭവമായി നമ്മൾ കാണുന്നത് ഈ ക്രിസ്മസിലാണ്. മാനുഷികമായ എല്ലാ പരിമിതികളോടും ചേർന്ന് ഒരു ശിശുവായി നമ്മുടെ മധ്യേ അവതരിച്ചിരിക്കുന്ന കർത്താവിനെ സ്തുതിച്ച മാലാഖമാർ നമ്മുടെ ഒപ്പമുണ്ട്. മാലാഖമാരുടെ കൂടെ നമ്മൾ പിന്നെ കാണുന്നത് പാവപ്പെട്ട കുറേ മനുഷ്യരെയാ, ആട്ടിടയന്മാരെ. നമുക്ക് അങ്ങനെയുള്ള എല്ലാവരോടും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഹല്ലേലൂയ പാടി ഉണ്ണിക്ക് നമുക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കാം, ആരാധനകൾ അർപ്പിക്കാം. നിങ്ങളുടെ മനസ്സുകൾ ഉണരട്ടെ. ചിന്തകളുടെ ഈ പുൽക്കൊഴുത്തിലെ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് തുറക്കാനാവട്ടെ. അപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന കൃപകൾ നമ്മുടെ ഹൃദയം നിറയെ സ്വീകരിക്കുവാൻ ഈ തിരുപ്പിറവിയുടെ ദിനം നമുക്ക് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിലേറെ ദൈവ അനുഗ്രഹത്തിൻ്റെതായി മാറാൻ, ആ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിറയാനായിട്ട് നമുക്ക് സകല മാലാഖമാരോടും ചേരാം. കർത്താവിനെ ആരാധിച്ചവരായ 3 രാജാക്കന്മാരെ നമ്മൾ ഓർക്കുന്നില്ലേ? മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് അവരെയും കൂടി കൂട്ടി വിളിക്കാം. കർത്താവിൻ്റെ ജനന വാർത്ത കേട്ട് ഓടിയെത്തിയ ആട്ടിടയന്മാരെ നമുക്ക് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഈ വലിയ ഒരു സമൂഹത്തോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി
അത് അടുത്തുള്ളവർക്കും അകലങ്ങളിലായിരിക്കുന്നവർക്കും വേണ്ടി, കർത്താവിനെ സ്തുതിക്കാത്തവർക്ക് വേണ്ടി, മഹത്വപ്പെടുത്താത്തവർക്ക് വേണ്ടി, അവർക്ക് അവരുടെ എല്ലാവരുടെയും പേരിൽ നമുക്ക് നമ്മുടെ സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ പാടി പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരും നിൻ സ്തുതിഗീതം പാടി, ആബാലവൃന്ദം ആഗാനമേറ്റുപാടി. സകല വിശുദ്ധരും നിൻ സ്തുതിഗീതം പാടി, ആബാലവൃന്ദം ആഗാനമേറ്റുപാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്താണ് ക്രിസ്മസ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ചില തിരിച്ചറിവുകളാണ് നമുക്ക് ആവശ്യം. ഒന്നാമതായിട്ട് ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്ന തിരിച്ചറിവ്. അകലങ്ങളിലെ അത്ഭുതമല്ലവൻ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമായ എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് യേശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഓർത്തുകൊണ്ട് 7:14 നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്താവിനെ കണ്ണു തുറന്ന് നമുക്ക് കാണാനാവട്ടെ. ഈ പുൽക്കൂട്ടിൽ പള്ളി കൊള്ളുന്നത് നമ്മുടെ കർത്താവും ദൈവവുമാണ് എന്ന തിരിച്ചറിവ്. വീണ്ടും ഈ ശിശു നമ്മുടെ മധ്യേ പൂജാതനായി നമ്മളോടൊപ്പമായിരിക്കുന്ന ഈ ശിശു നമ്മുടെ രക്ഷകനാണെന്നുള്ള തിരിച്ചറിവ്. ലൂക്കായുടെ സുവിശേഷം 2:10 അത് നമ്മോട് പറയുക. നിങ്ങൾക്കൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞു. അവരോട് എത്തി ആ രക്ഷകനെ കാണാൻ വേണ്ടിയിട്ട്. ഈശോ നമ്മുടെ രക്ഷകനാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന മറ്റൊരു കാര്യം, അവിടെ നമ്മുടെ വിമോചകനാണ്. അവന് ഈശോ എന്ന് പേര് നൽകണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ദുഃഖങ്ങൾ വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറയാൻ ആളുകളുണ്ടാവും. സാമ്പത്തികമായ പ്രതിസന്ധി വരുമ്പം സാമ്പത്തികമായി നമ്മളെ സഹായിക്കുന്നവർ നമ്മുടെ ഒപ്പം ഉണ്ടാകാം. ഏതെങ്കിലും രോഗം വരുമ്പോൾ ഔഷധങ്ങളുമായി വന്നു ചേരുന്നവരും ഉണ്ടാകാം. അങ്ങനെ മനുഷ്യർക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കും എന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ നമ്മുടെ പാപങ്ങളിൽ നമ്മളെ മോചിക്കാൻ, ഒരു ദുഷ്ടടക്കത്തിൽ നിന്ന്, ഒരു ദുശീലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കാൻ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മാലാഖ പറഞ്ഞത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും മോചിക്കപ്പെടാതെ കിടക്കുന്ന പാപങ്ങളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. എങ്കിൽ അതെല്ലാം ഈ ദിനം ഈ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ തെറ്റുകളുടെ മുമ്പിൽ നമ്മൾ എടുക്കുന്ന കണ്ണീരിലൂടെ, അതിലും ഉപരിയായിട്ട് നല്ല പ്രതിജ്ഞകളിലൂടെ മോചനം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ നമ്മുടെ വിമോചകനാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. ആ ഒരു തിരിച്ചറിവാണ് നമുക്കിന്ന് ആവശ്യം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇടം തേടുന്നവനാണ് ക്രിസ്തു. അവൻ പുൽക്കൂട്ടിൽ കിടക്കേണ്ടവനല്ല. അവൻ പിറന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ അവൻ്റെ വാസസ്ഥലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ അകലെ നിർത്തി ആരാധിക്കുന്നവരല്ല, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവർ. വെളിപാടിൻ്റെ പുസ്തകം 3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു, നിങ്ങൾ എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരും, നിങ്ങളോടൊപ്പം ഞാൻ വിരുന്ന് കഴിക്കും. മറിയവും യോസേപ്പും ഒക്കെ നമുക്ക് ധ്യാനിച്ച് നോക്കാം, ഓർമ്മിച്ച് നോക്കാം. എത്ര വാതിൽക്കൽ മുട്ടിയതാ, പലരുടെയും വാതിൽ തുറന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒടുവിൽ ഒരു
കാര്യത്തൊഴുത്തിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് വന്നത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് കർത്താവിന് വേണ്ടി തുറക്കാം. എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് കർത്താവിന് വേണ്ടി തുറന്ന് നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. ഈശോയെ വരണമെന്ന് നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ? അതുപോലെ തന്നെ തുറന്നു വെച്ചിട്ട് നമുക്ക് കർത്താവിനോട് പറയാം, നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനായി, രക്ഷകനായി, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നവനായി, ഞങ്ങളോട് കൂടെയുള്ളവനായി, ഞങ്ങളുടെ ദൈവമായ കർത്താവായി, വിമോചകനായി കർത്താവെ കടന്നു വരണമേ. നമുക്ക് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എന്നിട്ട് ഈ ഹൃദയ തലങ്ങളൊക്കെ തമ്പുരാന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്നിട്ട് അവൻ വന്ന് നമ്മുടെ ഉള്ളിൽ വാസമാകുമുണ്ടാകുന്ന ആ ആത്മീയ സന്തോഷം അത് നമുക്ക് അനുഭവിക്കാനാവട്ടെ. അതുകൊണ്ട് രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഹൃദയത്തിൽ ജീവിക്കുന്ന തമ്പുരാനെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു കരം ഹൃദയത്തിൽ വെച്ച് മറുകരം ഉയർത്തിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന തമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വാസകേകമാക്കി വരുന്ന കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് തുറന്നു തന്നുകൊണ്ട് ഞാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. അങ്ങേ തള്ളിപ്പറഞ്ഞവർക്ക് വേണ്ടി, അങ്ങേക്ക് വേണ്ടി വാതിൽ തുറക്കാത്തവർക്ക് വേണ്ടി, അടഞ്ഞ വാതിലുകളുമായി ജീവിക്കുന്നവർക്ക് വേണ്ടി ഈശോയെ, ഉണ്ണി ഈശോയെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം പറയുന്നു. സകല മാലാഖമാരോടും സകല വിശുദ്ധരോടും ആട്ടിടയന്മാരോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിനോടും ചേർന്ന് ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി, സ്തോത്രം. ആമേൻ. എത്ര ദയനീയമായ ഒരു പശ്ചാത്തലമായിരുന്നു ഈശോ ജനിച്ചപ്പോഴുണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അന്നത്തെ ഇടയ സ്ത്രീകൾ അവര് തങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ മടിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുത്ത കഥയുണ്ട്. മക്കളെ, അന്ന് പുലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് പുതയ്ക്കാൻ നമ്മുടെ മുത്തച്ഛിമാരുടെ ഹീറ കമ്പിളിയേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടിരിക്കാനായി ആരുമുണ്ടായിരുന്നില്ല. നമ്മുടെ മുത്തച്ഛിമാരും അമ്മമാരുമാണ് അന്ന് മറിയത്തിനും യോസേപ്പിനും ഉണ്ണിക്കും കാവലിരുന്നത്. ആ അമ്മയും അപ്പനും യോസേപ്പും മറിയവും വിശന്നു വലഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയിലെ ചട്ടികളിലുണ്ടായിരുന്ന ബാക്കി വന്ന ഭക്ഷണം നമ്മൾ എത്തിച്ചു കൊടുത്തല്ലേ അവിടെ വിശപ്പടക്കിയത്. ഇടയന്മാരായ നമ്മുടെ ശിരസ് നിവർന്നത് യേശു ഭൂമിയിൽ ജനിച്ചപ്പോഴാണ്. മാലാഖമാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടും വല്യപ്പച്ചന്മാരോടും അമ്മമാരോടും ഒക്കെ അന്ന് വന്ന് മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിനി അടിമകളെ പോലെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ യേശു പിറന്നപ്പോഴല്ലേ നമ്മുടെ ശിരസുകൾ നിവർത്തി നടക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റമൊക്കെ നമുക്ക് ലഭിച്ചത്. നമുക്കൊരു രക്ഷകനെ ലഭിച്ചില്ലേ? അങ്ങനെ തലമുറകൾക്ക് ഉണ്ണിക്കഥകൾ പറഞ്ഞു കൊടുത്ത അന്നത്തെ മുത്തച്ഛന്മാരുടെ കഥ ചിലപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകും. തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ ഉണ്ണിക്കഥകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടോ? എങ്കിലും നമ്മുടെ കുഞ്ഞു മക്കളോട് ക്രിസ്മസിന് പോകുന്നതിന് മുമ്പ് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് തിരുവചന ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വായിച്ചു കൊടുത്ത് അവരെ ഒരുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണെന്ന് കൂടി നമുക്ക് ഓർമ്മിക്കാം. ഇനി നമുക്ക് ഓർമ്മിക്കാം, ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ എന്നും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അൾത്താരയിൽ ഭൂജാതനാകുന്ന ഈശോയെ നമ്മൾ കാണും. നമ്മുടെ ഉള്ളം കൈയിലേക്ക്, ഹൃദയത്തിലേക്ക് ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുന്ന ഈശോയെ നമ്മൾ കാണും. നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നു എന്ന് വിശ്വസിച്ചേറ്റു പറയുവാൻ, ആ വിശ്വാസത്തോടെ ഒരു ക്രിസ്മസിൻ്റെ സന്തോഷത്തോടെ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ
നമുക്ക് പ്രത്യേകം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. രക്ഷയുടെ ചരിത്രം മുഴുവനുമല്ലേ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. വിശുദ്ധ യോഹന്നാനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഈശോ ആദിയിലെ വചനമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചില്ലേ എന്ന് അദ്ദേഹം നമ്മളോട് ചോദിക്കും. വിശുദ്ധ കുർബാന എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ചരിത്രത്തിൻ്റെ പിറകിൽ ഉള്ള ഒരുപാട് സത്യങ്ങൾ നമുക്ക് ഓർക്കേണ്ടതായിട്ട് വരും. അതെല്ലാം മനുഷ്യ കേന്ദ്രീകൃതമായ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ദൈവം സ്നേഹമാണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8-16 വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചറിയുന്ന കാര്യമാണ്. ദൈവത്തെക്കുറിച്ച് പറയാൻ 2 അക്ഷരങ്ങൾ മതി എന്ന് യോഹന്നാൻ കണ്ടെത്തി. സ്നേഹം എന്ന ഏകവാക്ക്. സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാം. ഈ പ്രപഞ്ചം മുഴുവനും ദൈവം സൃഷ്ടിച്ചത് സ്നേഹിച്ചതുകൊണ്ടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുക. സ്നേഹിച്ചതുകൊണ്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. സ്നേഹിച്ചില്ലെങ്കിൽ ഒന്നിനെയും സൃഷ്ടിക്കുമായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. മനുഷ്യനെ അതിൻ്റെ മകുടമായി ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. കാരണം സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, രക്ഷാകര ചരിത്രത്തിൽ ഈ മനുഷ്യൻ പാപിയായി തീർന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാമെന്നൊരു അഹങ്കാരം, ദൈവം ഇല്ലെങ്കിലും ജീവിക്കാമെന്നൊരു ചിന്ത, ഇതവനെ പാപിയാക്കി. ആ പാപത്തിന് നമ്മളൊക്കെ പങ്കുപറ്റുന്നവരാ. പക്ഷേ സ്നേഹം തന്നെയായ ദൈവത്തിന് സ്നേഹിച്ചവയെ നഷ്ടപ്പെടുത്താനാവില്ല. അതാണ് സ്നേഹത്തിൻ്റെ മറ്റൊരു തത്വം. സ്നേഹിച്ചു പോയോ നഷ്ടപ്പെടുത്താനാവില്ല. അതുകൊണ്ട് സ്നേഹം തന്നെയായ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ഈ മനുഷ്യനെ രക്ഷിക്കാൻ. പാപത്തിലും തിന്മയിലും പാപഫലത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതി വെച്ചത്. തൻ്റെ പുത്രൻ നൽകിക്കൊണ്ട്, പുത്രനാകട്ടെ തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ കഥയല്ലേ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഓർക്കുക. ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്തവൻ്റെ കഥ പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മുറിക്കപ്പെട്ടതാണ് ഈ ശരീരം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെട്ട രക്തമാണ് ഈ കാസയിലുള്ളത്, നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവൻ. അങ്ങനെ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന, പാപങ്ങൾ ഏറ്റെടുക്കുന്ന, രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന കർത്താവായ ഈശോയെ നമ്മൾ കാണും. ഈ കർത്താവിന് മുമ്പിലാണ് ഓരോ വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ നിൽക്കുക. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന എമ്മാനുവലായ ഈശോയെയല്ലേ നമ്മൾ അനുഭവിക്കുക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതൊന്നുമല്ല, അത് ദൈവികമായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ തമ്പുരാൻ നമ്മളെ എങ്ങനെയൊക്കെ സ്നേഹിച്ചു എന്ന് നമ്മൾ അറിയുക. അവൻ ശരീരവും രക്തവും തന്നു, കുരിശിൽ ജീവൻ അർപ്പിച്ചു, സഹനങ്ങൾ ഏറ്റുവാങ്ങിയും മരണമേറ്റുവാങ്ങിയും ഒടുവിൽ ആ മരണത്തിനപ്പുറത്തേക്ക് ജീവിക്കുന്നവനായി ഉദ്ധാനത്തിലൂടെ കടന്നു വന്നു. അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെല്ലാം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു, അനുഷ്ഠിക്കുന്നു. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ മനുഷ്യനായി വന്നു. അവൻ്റെ മനുഷ്യാവതാരവും അവൻ്റെ സഹനവും മരണവും എല്ലാം ഓർക്കുന്ന വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. നമുക്ക് വേണ്ടിയുള്ള തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമാണത്. ക്രിസ്മസ് കർത്താവിൻ്റെ വരവിൻ്റെ ആഘോഷമാണെങ്കിൽ അത് വെറും ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. ഇപ്പോൾ ക്രിസ്മസിൽ നമുക്ക് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തേടാൻ സാധിക്കട്ടെ. നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്,
നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാൻ അവൻ മനുഷ്യനായി അവതരിച്ചു. ആ പുൽത്തൊഴുത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഇതിലേക്കാണ് നമ്മുടെ ചിന്തകളെ, ജീവിതത്തെ കൊണ്ടുപോകുക. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ക്രിസ്മസും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവിടെയാണ് നമ്മുടെ ആരംഭം കുറിക്കുക. അതുകൊണ്ട് ക്രിസ്മസ് വെറും ഭൗതികമായ ആഘോഷമല്ല, നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമാണത്. സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? നമ്മുടെ സ്നേഹരാഹിത്യത്തെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തുമാത്രം സ്നേഹമുള്ളവരാണ് നമ്മൾ. ദൈവത്തെ സ്നേഹിക്കുന്നവരും കൂടെയുള്ളവരോട് പൊറുക്കുന്നവരും സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ ആയിത്തീരാൻ ഈ ഉണ്ണിയെ നോക്കി നമുക്ക് പാടാനാവട്ടെ. നമ്മുടെ ദൈവമിത നമ്മോട് കൂടെ ഇതാ, ഈ പുൽത്തൊഴുത്തിൽ നമ്മുടെ ഇടയിൽ ഇതാ. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ ഇതാ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തി നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തന്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. തന്റെ ജനത്തോടു കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. ആ ചെറിയ വാക്കുകൾ ഉണ്ണീശോയെ നോക്കി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മുടെ ദൈവം ഇതാ, നമ്മോട് കൂടി ഇതാ, ഈ പുൽത്തൊഴുത്തിൽ നമ്മൾ നിർനിമേഷരായി നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട വലിയ ഒരു ചിന്ത, ധ്യാനം നമ്മുടെ കർത്താവാണ്, ദൈവമാണ് എന്ന് നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി നിന്നുകൊണ്ട് സകല മാലാഖമാരോടും അന്ന് കർത്താവിനെ ആരാധിച്ച ഇടയ വൃന്ദത്തോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിനോടും ചേർന്ന് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഹൃദയവികാരങ്ങൾ ചേർത്ത് വെച്ചു ലോകമെമ്പാടും കർത്താവിന് തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭവനത്തിലിരുന്നു കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് ആരാധന സ്തുതി അർപ്പിച്ച് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ മാലാഖമാരും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആട്ടിടയന്മാരും ഞങ്ങൾ ചേരുന്നു കർത്താവേ. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി. പൂജരാജാക്കന്മാർ അങ്ങേ ആരാധിക്കാമെന്നവർ പൂജരാജാക്കന്മാർ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ലോകത്തിലെമ്പാടുമുള്ള അങ്ങേ ഈ സമയം സ്തുതി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം. അത്യന്തങ്ങൾ കർത്താവേ അങ്ങേക്ക് സ്തോത്രം. ആമേൻ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഗുഡ്നസ് ടി വി ഒരുക്കിയിരിക്കുന്ന ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഇമ്മാനുവൽ ടെലി റിട്രീറ്റിലാണ്. കർത്താവിൻ്റെ കരുണ ഒത്തിരി നമ്മുടെ മേലുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി, ക്രിസ്മസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ
നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ഒരു ജനതയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ഫലമായിട്ടാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത്. പ്രവാചകന്മാരിലൂടെ ദൈവം നൂറ്റാണ്ടുകളായി ഒരുക്കി ആ ഒരു ജനത കർത്താവിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം ആര് കാത്തിരുന്നോ അവർക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ക്രിസ്മസിന് നമ്മിലേക്ക് എഴുന്നള്ളി വരുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മോട് ഒന്നാകുവാനായിട്ട് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ഈ റിട്രീറ്റിന് പേരിട്ടിരിക്കുന്നത് അതുതന്നെയാണ്, ഇമ്മാനുവൽ ടെലി റിട്രീറ്റ്. ദൈവം മനുഷ്യനോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ആ ഒരു അഭിഷേകം നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒത്തിരി ദാഹത്തോടു കൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക്, ഈ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കരുണയ്ക്ക് ഞാൻ പ്രതിഷ്ഠിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. ക്രിസ്മസിലൂടെ അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ആ ഒരു വലിയ ദൈവിക പദ്ധതി നമ്മളെല്ലാവരും നിറയുവാനായിട്ട്, ലോകം മുഴുവനും സമാധാനത്താൽ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുക ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ ഈ സുവിശേഷം അനുസരിച്ച് ക്രിസ്മസ് എന്ന് പറയുന്നത് ആദിയിലെ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോട് കൂടെയായിരുന്ന വചനം, ദൈവം തന്നെയായിരുന്ന വചനം, സമസ്തവും ആ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ ഭാഗമായിരുന്ന ആ വചനം മാംസമായിട്ട് അവതരിച്ചതാണ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് അനാദിയിലെ ഉണ്ടായിരുന്ന ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ രൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ നമ്മിൽ വന്ന് പിറന്നത്. അതാണ് ശരിക്കും ക്രിസ്മസ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ഒരു മനുഷ്യനായിട്ട് അവതരിച്ചു. ഇതാണ് ശരിക്കും ക്രിസ്മസ്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിന്ന ദൈവം, സകലതും സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യൻ്റെ രൂപമെടുത്തൊരു കുഞ്ഞു വാവയായിട്ട് നമ്മുടെ ഇടയിൽ വന്ന് പിറന്നത്, അത് ക്രിസ്മസ്. ആ ക്രിസ്മസിന് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനൊരുക്കമായിട്ട് നമ്മൾ ഈ ഇമ്മാനുവൽ ടെലി റിട്രീറ്റിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നുള്ളൊരു അനുഭവത്തിലേക്ക് നമ്മെല്ലാവരും എത്തിച്ചേരുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു ചോദ്യം ഇതാണ്: എന്തിനു വേണ്ടി ഈ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ, സർവശക്തനായ ദൈവം എന്തിന് ചുരുങ്ങി ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് ഒരു കുഞ്ഞു വാവയായിട്ട് ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചത് എന്തിനു വേണ്ടി? പ്രിയപ്പെട്ടവരെ, ആ ഒരു ചോദ്യവുമായിട്ട് നമ്മൾ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരുക സൃഷ്ടിയുടെ ആ ഒരു സംഭവത്തിലാണ്. ബൈബിളിൽ 1-ാമത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച രീതി. വചനം പറയുന്നു, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അടുത്ത വചനം പറയുകയാണ്, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും. എന്താണ് ഈ ഛായ? എന്താണ് ഈ സാദൃശ്യം? പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
പിതാവ് എപ്പോഴും പുത്രനെ മഹത്വപ്പെടുത്തുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ ലോകത്തിന് കൊടുക്കുവാനായിട്ടുള്ള വെമ്പലിൽ നിൽക്കുന്ന പിതാവ്. പുത്രൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, പിതാവിന് സകല മഹത്വം കൊടുക്കണം, എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവ് എത്തിച്ചേരണം. പരിശുദ്ധാത്മാവിൻ്റെ ഏകലക്ഷ്യം പിതാവിന് മഹത്വം കൊടുക്കുക, പുത്രന് മഹത്വം കൊടുക്കുക. ഇങ്ങനെ പരസ്പരം മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രിത്വം, ഇതാണ് ദൈവത്തിൻ്റെ അസ്തിത്വം. ഇങ്ങനെ പരസ്പരം വളർത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ, നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത് ഈ ഒരു സമൂഹ ജീവിതത്തിലേക്കാണ്. നമ്മളൊന്നും ഒറ്റപ്പെട്ട ദ്വീപുകളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സംതൃപ്തി ലഭിക്കുകയുള്ളൂ. കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം എപ്പോഴും ഇങ്ങനെ പരസ്പരം വളർത്തിക്കൊണ്ടിരിക്കുക. പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വളർത്തണം. പുത്രൻ എപ്പോഴും മഹത്വം പിതാവിനും പരിശുദ്ധാത്മാവിനും കൊടുക്കണം. പരിശുദ്ധാത്മാവ് എപ്പോഴും പിതാവിന് വേണ്ടി പുത്രന് വേണ്ടി ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കണം. ആ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവൻ ത്യജിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ലഭിക്കും. കാരണം അതിലാണ് നമ്മുടെ അസ്തിത്വം ഇരിക്കുക. എന്നാൽ എപ്പോഴെല്ലാം നമ്മൾ ചുരുങ്ങി നമ്മിലേക്ക് തന്നെ തിരിയുകയോ, എൻ്റെ സ്വാർത്ഥതയിലേക്ക് ഞാൻ ചുരുങ്ങിപ്പോകുകയോ ചെയ്യുമ്പോൾ, അപ്പോൾ എൻ്റെ അസ്തിത്വത്തിന് എതിരായിട്ട് ഞാൻ ജീവിക്കുക. അവിടെ എപ്പോഴും എനിക്ക് നിരാശയായിരിക്കും, എപ്പോഴും എനിക്ക് പരാതിയായിരിക്കും. കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് ഒത്തിരി ഐക്യത്തിൽ ജീവിച്ചിരിക്കുക. ആ മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞു, നന്നായിരിക്കുന്നു. നീ ഏകനായിരിക്കുന്ന നല്ലതല്ല. കാരണം നീ സൃഷ്ടിക്കപ്പെട്ടേക്കണ ഏകനായിരിക്കാൻ വേണ്ടിയല്ല. നിനക്ക് ഞാനൊരു പങ്കാളിയെ നൽകാം, സ്വയം കൊടുക്കുവാനായിട്ട്, സ്വയം ഇല്ലാതാകുവാനായിട്ട്, നിൻ്റെ അസ്തിത്വത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് ഞാൻ നിനക്കൊരു പങ്കാളിയെ നൽകാം. പ്രിയപ്പെട്ട, ഇവിടെയാണ് വിവാഹത്തിൻ്റെയും സന്യാസ ജീവിതത്തിൻ്റെ എല്ലാം പൂർണ്ണത നമ്മൾ കാണുക. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇല്ലാതാകുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി മുഴുവനായിട്ട് സമർപ്പിക്കുവാനൊക്കെ ആയിട്ട് ലഭിക്കുന്ന ദൈവവിളികളാണ് വിവാഹം എന്നുള്ള ദൈവവിളി, അതുപോലെ തന്നെ സമർപ്പണ ജീവിതം എന്നുള്ള ദൈവവിളി. ഇതൊക്കെ നമ്മുടെ അസ്തിത്വം പുഷ്പിക്കുവാനായിട്ട്, സ്വയം ശൂന്യമായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവിക അസ്തിത്വം നമ്മിലൊക്കെ പൂർണ്ണത പ്രാപിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന ദൈവവിളികളാണ് വിവാഹ ജീവിതം, സമർപ്പണ ജീവിതമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സംതൃപ്തി, ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി, ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഈ ലോകത്തിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്യുമ്പോൾ, ജീവിതം സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൂർണ്ണത, ഇതാണ് നമ്മുടെ അസ്തിത്വം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, ദൈവമായിട്ട് ഒട്ടി നിന്നിരുന്ന ആ മനുഷ്യനെ പിശാച് വഞ്ചിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നതിനെയാണ് നമ്മൾ ആദ്യത്തെ പാപം എന്ന് പറയുക. ദൈവവും മനുഷ്യനും ഒന്നിച്ച് സന്തോഷിച്ചിരുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യനെ ചതിച്ച് ആ തമ്പുരാൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ആദ്യത്തെ പാപത്തിൽ കാണുക. അന്ന് മുതൽ തുടങ്ങിയതാണ് ദൈവം മനുഷ്യൻ്റെ പുറകെ നടക്കൽ. മോനെ, നീ എൻ്റേതാണ്, നീ എൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടതാ. നിനക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, നിനക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിനക്ക് നിൻ്റെ മനസ്സിന് ആനന്ദം ഉണ്ടാകണമെങ്കിൽ എന്നോട് ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നെ നടന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് പിന്നെ നമ്മൾ ബൈബിളിൽ മുഴുവൻ കാണുക. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യൻ അന്ന് മുതൽ ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുക. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടിയാ, ദൈവമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം ഇങ്ങനെ ദാഹിക്കുകയാണ്. ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. പക്ഷേ പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ആയി പോവുക. കാരണം മനുഷ്യനൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ വേണം കാണുവാനായിട്ട്. കണ്ണുകൊണ്ട് കാണണം, കാതുകൊണ്ട് കേൾക്കണം, കരങ്ങൾ കൊണ്ട് സ്പർശിക്കണം, രുചിച്ചറിയണം, അല്ലെങ്കിൽ മണത്തറിയണം. ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ ഒരു മനുഷ്യന് മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്.
ദൈവത്തിന് രൂപമില്ല. അപ്പൊ രൂപത്തില് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യന് ദൈവത്തെ കാണാൻ സാധിക്കാത്ത അവസ്ഥകൾ. ഇവിടെയാണ് ലോകത്തില് വിവിധ മതങ്ങൾ രൂപപ്പെടുക. ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ യാത്ര, മനുഷ്യനെ അന്വേഷിച്ചുള്ള ദൈവത്തിൻ്റെ യാത്ര. പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യനെപ്പോഴും ഇന്ദ്രിയങ്ങളിലൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യനെ തേടുന്നു. തമ്മിൽ കൂട്ടിമുട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ കിട്ടിയ ചില ദൈവാനുഭവങ്ങളിൽ നിന്ന് ഓരോ മതങ്ങളും രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് ലോകത്ത് ഒത്തിരിയേറെ മതങ്ങൾ വരിക. ഇവിടെയാണ് ദൈവം ഒരു തീരുമാനമെടുക്കുക. എൻ്റെ മക്കൾക്ക്, എൻ്റെ മനുഷ്യർക്ക് എന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവർക്ക് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഞാൻ ദൈവത്തോടുള്ള സമാനത അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് താഴാൻ പോവുകയാണ്. മനുഷ്യന് കാണാൻ സാധിക്കുന്ന വിധത്തിൽ, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന വിധത്തിൽ, മനുഷ്യന് സ്പർശിച്ചറിയാവുന്ന വിധത്തിലേക്ക് ഞാൻ എൻ്റെ അസ്തിത്വത്തെ അങ്ങോട്ട് ചുരുക്കുകയാണ്. അങ്ങനെ ദൈവമെടുത്ത തീരുമാനമാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ വലിയൊരു ദാനം, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിന്ന ദൈവം നമ്മളോടുള്ള സ്നേഹത്താൽ സ്വയം ശൂന്യമായി ഒരു കുഞ്ഞു വാവയുടെ രൂപം ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവതരിക്കുവാൻ തക്ക വിധത്തിൽ അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ഒരു ദൈവം. നമ്മളെവിടെയായിക്കോട്ടെ, നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താം. നമുക്ക് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഈ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം, നമ്മളുള്ള സ്നേഹത്താൽ സ്വയം ശൂന്യമായി മനുഷ്യൻ്റെ രൂപം ധരിച്ച് നമ്മിൽ ഒരുവനായി തീർന്ന ആ കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തെ ഓർത്ത് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു കർത്താവേ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ ഒരുവനായ തമ്പുരാനെ, ഈ ക്രിസ്മസിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ നീ ജ്വലിപ്പിക്കണമേ. നിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്, നമ്മൾ എവിടെയായിക്കോട്ടെ, നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ വലിയൊരു കൃപ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ, സർവശക്തനായ ദൈവം, ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ നമ്മളോടുള്ള സ്നേഹത്താൽ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് നമ്മുടെ രൂപം ധരിച്ചു ഒരു കുഞ്ഞു വാവയായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ അവതരിച്ചു. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം ഇന്നോളം നമുക്ക് ചൊരിഞ്ഞ നന്മകളെ ഓർത്തുകൊണ്ട് ഈ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ദൈവം നൽകിയ കൃപ, ക്രിസ്മസിലൂടെ നമുക്ക് ലഭിച്ച വലിയ അഭിഷേകം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്ക വിധത്തിൽ, നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുവാൻ വിധത്തിൽ, നമ്മുടെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുവാൻ വിധത്തിലേക്ക് ദൈവം ചുരുങ്ങിയ, അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരുണയോർത്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ, നിന്റെ സ്നേഹം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, അതിലുണ്ടായിരുന്ന വചനം മാംസം ധരിച്ചതാണ് ക്രിസ്മസ് നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ദൗത്യം എന്താണ്? അനാദിയിലെ ഉണ്ടായിരുന്നതാണ് വചനം. സകലതും സൃഷ്ടിച്ചത് വചനത്താലാണ്. ആ വചനം മാംസം ധരിച്ചതാണ് ക്രിസ്മസ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയെ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം എന്താ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, രൂപമില്ലാതിരുന്ന വചനത്തെ രൂപമുള്ളവനാക്കി മാറ്റി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ദൈവത്തെ അവതരിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് പരിശുദ്ധ അമ്മയെ ദൈവമേൽപ്പിച്ചത്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിന്ന, രൂപമില്ലാതിരുന്ന
അദൃശ്യനായിരുന്ന ദൈവത്തെ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ആക്കി കൊടുക്കുക. മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തെ അവതരിപ്പിക്കുക. ഈ ഒരു ദൗത്യമാണ് പരിശുദ്ധ അമ്മയെ ദൈവം ഭരമേൽപ്പിച്ചത്. ഈ ഒരു ദൗത്യത്തോടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ആ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ ആ വചനത്തിന് മാംസരൂപം നൽകി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ ലോകത്തിൽ ഈശോയെ അവതരിപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയായി മാറുക. മനുഷ്യർക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ദൈവത്തെ അവതരിപ്പിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തവൾ പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഇതേ ദൗത്യം തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുക. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തെ കാട്ടിക്കൊടുക്കുക. കാരണം സകല മനുഷ്യരും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തിലാണ്. നമ്മൾ കാണുകയുണ്ടായി, സൃഷ്ടിയുടെ ആരംഭത്തിൽ സ്വന്തം ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവമായിട്ട് ഒന്നായിരുന്ന മനുഷ്യൻ പാപത്തിലൂടെ അവിടുന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ദൈവം മനുഷ്യൻ്റെ പുറകെ, അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തിന് പുറകെ അന്വേഷിക്കുക. ഈ അന്വേഷണം എത്തിച്ചേരുന്ന ഒരു പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ക്രിസ്മസ്. ദൈവം മനുഷ്യനെയുള്ള അന്വേഷണവും മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചുള്ള അന്വേഷണവും, ഈ രണ്ടും കൂടി കൂട്ടി യോജിക്കുകയാണ് ക്രിസ്മസിൽ. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ, നമുക്ക് കാണാവുന്ന രൂപത്തിൽ, നമുക്ക് കേൾക്കാവുന്ന രൂപത്തിൽ, നമുക്ക് അനുഭവിക്കാവുന്ന രൂപത്തിൽ ദൈവം നമ്മുടെ ഇടയിൽ വസിച്ച സുവർണ നിമിഷം, അന്വേഷണങ്ങളുടെ പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ഒരു പൂർത്തീകരണത്തിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അമ്മ ഈശോയെ അവതരിപ്പിച്ച് ഈ ലോകത്തിന് കൊടുത്തെങ്കിൽ ഇന്ന് ഈ ക്രിസ്മസിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ദൗത്യം ഇത് തന്നെയാണ്. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ, അതൊരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയാവാം, നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ മക്കളാവാം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യേശുവിനെ നീ അവതരിപ്പിക്കുക. ഇതാണ് ഓരോ ക്രിസ്മസിനും ദൈവം നമുക്ക് നൽകുന്ന ദൗത്യം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ചരിത്രം പരിശ്രമിച്ച് നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തെ പരിചയപ്പെടുത്തിയ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണമാണ് മാക്സിമിലിയൻ കോൾബെ. പോളണ്ടിൽ ജനിച്ചു വളർന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ. പോളണ്ട് ജർമ്മൻകാർ പിടിച്ചടക്കിയപ്പോൾ ഈ ജർമ്മൻ നാസി പട്ടാളത്തിന് അവരുടെ ക്രൂരതയ്ക്കെതിരായിട്ട് പലതരത്തിലുള്ള മീഡിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സഭയിലെ അംഗമായിരുന്ന ഈ മാക്സിമിലിയൻ കോൾബെയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് തടവ് പുള്ളികളെ ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ജയിലിൽ നിന്ന് ഒരു ദിവസം ഒരു 3 പേര് പെട്ടെന്ന് ജയിൽ ചാടിപ്പോവുകയാണ്. ഇതിൽ ക്രോധരായ ആ പട്ടാളക്കാര് പെട്ടെന്ന് തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് 3 പേര് രക്ഷപ്പെട്ടു പോയതിന് പ്രതികാരമായിട്ട് നിങ്ങളിലെ 10 പേരെ ഞങ്ങൾ നറുക്കിട്ടെടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് കൊന്നുകളയാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. നിങ്ങളിൽ ആരെങ്കിലും ഈ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റ് 10 പേര് ജീവൻ ത്യജിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ പരിശ്രമിച്ചാൽ നിങ്ങൾ അവരെ തടഞ്ഞുകൊള്ളണം. ഇതിനൊരു ഓർമ്മയായിട്ട് 10 പേരെ നറുക്കിട്ടെടുത്ത് കൊന്നുകളയാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. പട്ടാളക്കാർ വന്ന് ഓരോ നമ്പറും നറുക്കിട്ടെടുത്തു. 9 പേരും നറുക്കിട്ട് കഴിഞ്ഞ് അവരെ മാറ്റി നിർത്തി. 10ാമത്തെ നറുക്ക് വീണത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അവൻ്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പട്ടാളക്കാരൻ്റെ കാൽക്കൽ വീണിട്ട് അയാൾ പറയുന്നുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, ഏതാനും മക്കളുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ആശ്രയം അവിടെ ഇല്ല, എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയുന്ന ഒരു മനുഷ്യൻ. എന്നാൽ പട്ടാളക്കാർക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ കാതുകളില്ലല്ലോ. അവരെ ചവിട്ടി അവനെ കൂട്ടത്തിലേക്ക് ഇടുകയാണ്.
ഈ അവസരത്തിലാണ് മറ്റു മനുഷ്യരുടെ കൂട്ടത്തിൽ, തടവുകാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ പുരോഹിതൻ മാക്സിമിലിയൻ കോൾബെ, അവൻ്റെ മനസ്സിൽ ഒരു സ്വരമുയരുകയാണ്. നിനക്ക് നീ മരിക്കുമ്പോൾ കരയുവാനായിട്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയില്ല, നിനക്ക് മക്കളില്ല, നീ ഒരു കത്തോലിക്ക പുരോഹിതനാ. എന്തുകൊണ്ട് നിന്റെ ജീവൻ സമർപ്പിച്ചിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചുകൂടാ? ഈ ഒരു ഉൾപ്രചോദനത്തിൽ നിന്ന്, ആ ഉൾപ്രേരണയിൽ നിന്ന് ഈ പുരോഹിതൻ മുന്നോട്ട് വന്നിട്ട് ഈ പട്ടാളക്കാരനോട് പറയുകയാണ്, താങ്കൾക്ക് ഏതെങ്കിലും 10 പേരെ കൊന്നാൽ പോരെ, ആ മനുഷ്യനെ വിട്ടേക്ക്, ആ മനുഷ്യനെ വിട്ടേക്ക്, പകരം ഞാൻ അവന് വേണ്ടി ജീവൻ സമർപ്പിക്കാം. പട്ടാളക്കാരൻ ദേഷ്യത്തോടെ കൂടെ നിന്ന പട്ടാളക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ കഴുത എന്തായി ചോദിക്കണേ, മനസ്സിലാകണില്ല. ഈ പുരോഹിതൻ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പറയുകയാണ്, ആ മനുഷ്യന് പകരമായിട്ട് ഞാൻ മരണം വരിക്കാൻ തയ്യാറാണ്. പെട്ടെന്ന് തന്നെ പട്ടാളക്കാരൻ ആ കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ പറഞ്ഞു വിട്ടിട്ട് പകരം ഈ പുരോഹിതനെ അവിടെ മരണത്തിന് തിരഞ്ഞെടുക്കുകയാണ്. പട്ടിണി കിടന്ന് മരിക്കാതിരുന്നിട്ട് അവസാനം വിഷം കുത്തിവെച്ചാണ് ഈ മാക്സിമിലിയൻ കോൾബിയെ വധിക്കുന്നതെന്ന് ചരിത്രം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജീവന് വേണ്ടി നാം എല്ലാം മുറവിളി കൂടുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി സ്വയം ജീവൻ സമർപ്പിക്കുവാനായിട്ട് എങ്ങനെയാ ഈ മാക്സിമിലിയൻ കോൾബെ എന്നുള്ള ഈ പുരോഹിതന് സാധിച്ചത്? അത് ദൈവത്തിൻ്റെ ദൗത്യം ആ മനുഷ്യനേറ്റെടുക്കുകയായിരുന്നു. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ത്യാഗം, ദൈവത്തിൻ്റെ സ്നേഹം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ദൗത്യം പരിശുദ്ധ അമ്മയെപ്പോലെ ഏറ്റെടുത്തപ്പോൾ മാക്സിമിലിയൻ കോൾബെ എന്നുള്ള പുരോഹിതന് സ്വന്തം ജീവിതം, സ്വന്തം ഭാവി ഒന്നും അവിടെ പ്രശ്നമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ സാധിക്കുകയാണ്. ഇതല്ലേ ശരിക്കും ക്രിസ്മസിൻ്റെ സന്ദേശം? മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കർത്താവിൻ്റെ സ്നേഹം, കുരിശിൻ്റെ സ്നേഹം തർജ്ജിമ ചെയ്തു കൊടുക്കുക. ചരിത്രത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊരു ഉദാഹരണമാണ് ഫാദർ ഡാമിയൻ. ബെൽജിയംകാരനായ ഈ പുരോഹിതൻ കുഷ്ഠരോഗം വന്നവരെ എല്ലാവരെയും കണ്ടുപിടിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾ കുഷ്ഠരോഗിയാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥര്, പട്ടാളക്കാരവിടെ വന്നിട്ട് ആ കുഷ്ഠരോഗികളെ ബലമായിട്ട് ആ കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി കുഷ്ഠരോഗികൾക്ക് വേണ്ടി മാത്രം വസിക്കുവാനായിട്ട് ഒരു ദ്വീപ് തിരഞ്ഞെടുത്തൊരു മൊളോക്കോ ദ്വീപിൽ അവിടെ കൊണ്ട് കുഷ്ഠരോഗികളെ കൊണ്ട് അവിടെ ഡംപ് ചെയ്യുന്ന അവസ്ഥകൾ. മറ്റാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക, അവിടെ കിടന്ന് മരിച്ചോളണം. ഇത് ശപിക്കപ്പെട്ട രോഗം, ഇത് പകർന്ന് പിടിക്കാൻ സാധ്യതയുള്ള രോഗം. അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗമുണ്ടെന്ന് കണ്ടാൽ പട്ടാളക്കാർ വന്ന കുടുംബത്തിൽ നിന്ന് ബലമായിട്ട് ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി കപ്പലിൽ കയറ്റി ആ മൊളോക്കോ ദ്വീപിൽ കൊണ്ട് തള്ളുന്ന അവസ്ഥകൾ. ആയിരക്കണക്കിന് കുഷ്ഠരോഗികളെ ഇങ്ങനെ ആഴ്ചതോറും മൊളോക്കോയിലേക്ക് ഇങ്ങനെ കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ഇടവക വികാരിയായിരുന്ന ഈ ഫാദർ ഡാമിയൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുകയാണ്, ഇവർ കുഷ്ഠരോഗം ബാധിച്ച് ഇവരുടെ കുറ്റം കൊണ്ടാണ്? അവർക്ക് അന്തസ്സായിട്ട് മരിക്കുവാനായിട്ട്, അവർക്ക് കുദാശകൾ സ്വീകരിച്ച് മരിക്കുവാനായിട്ട് കടമയില്ലേ? അവർക്ക് അതിനുള്ള ആഗ്രഹമില്ല, അവകാശമില്ലേ? അത് നിഷേധിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അവർക്ക് കുഷ്ഠരോഗം വന്നു എന്നതുകൊണ്ട് മാത്രം അവരെ കൊണ്ടുപോയി ഇങ്ങനെ മൃഗങ്ങളെപ്പോലെ തള്ളാൻ സാധിക്കുമോ? ഈ മനുഷ്യൻ്റെ ഉള്ളു വെമ്പുകയാണ്. പിറ്റേ ദിവസം മെത്രാന് ഈ പുരോഹിതൻ എഴുതുകയാണ്, പിതാവേ, എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്, എനിക്ക് ഉറങ്ങാൻ സാധിക്കണില്ല. എൻ്റെ മക്കളെ കുഷ്ഠരോഗം ബാധിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ അവർ കുടുംബത്തിൽ നിന്ന്, കുടുംബ ബന്ധത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റി കൊണ്ട് മൊളോക്കോയിൽ കൊണ്ട് തള്ളിയിരിക്കുക, ചാകുന്നത് വരെ അവിടെ വസിക്കുവാനായിട്ട്. ആ മക്കൾക്ക് കർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ അവകാശമില്ലേ? അവർക്ക് കുമ്പസാരിക്കണ്ടേ? അവർക്ക് ഉദാശകൾ ലഭിക്കണ്ടേ? ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, പിതാവേ, ഞാൻ ഈ ഇടവക ഭരണം അവസാനിപ്പിച്ചിട്ട് അടുത്ത കപ്പലിൽ ഈ കുഷ്ഠരോഗികളോട് കൂടെ ഞാനും ആ മൊളോക്കോയിലേക്ക് പോകുക. ഇനിയുള്ള എൻ്റെ ശിഷ്ടകാലം ഞാൻ ഈ മൊളോക്കോ ദ്വീപിലുള്ള ഈ കുഷ്ഠം ബാധിച്ച് മരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിക്കാൻ പോവുകയാണ്. മെത്രാൻ ഉടനെ തന്നെ അച്ഛനെ വിളിച്ചു. അച്ഛൻ എന്ത് മണ്ടത്തരായി പറയുക. പക്ഷേ ഈ അച്ഛൻ പിന്മാറണില്ല. അച്ഛൻ പറഞ്ഞു, ദൈവം എന്നെ നിർബന്ധിക്കുകയാണ്, ദൈവം എന്നെ നിർബന്ധിക്കുകയാണ്. ഈ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മെത്രാന് അനുവാദം കൊടുക്കുക. പിന്നെയുള്ള കാലം ആ മൊളോക്കോ ദ്വീപിൽ പോയി കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട്
അവർക്ക് കുദാശകൾ പരിക്രമം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പുരോഹിതൻ. അവസാനം ഒരു ദിവസം ഈ രോഗികൾക്ക് വേണ്ടി വെള്ളം തിളപ്പിച്ച് ആ രോഗികൾക്ക് വേണ്ടി കൊടുക്കാൻ പോകുമ്പോൾ കൈതെറ്റി ഈ പാത്രം താഴേക്ക് വീഴുകയാണ്. കാലിലേക്ക് ഈ ചൂടുവെള്ളം വീണപ്പോൾ ചൂട് പൊള്ളൽ തിരിച്ചറിയാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ പുരോഹിതൻ തിരിച്ചറിയുക, ഞാനും ഒരു കുഷ്ഠരോഗിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച അവസാനം ഒരു കുഷ്ഠരോഗിയായിട്ട് അവിടെ മരിച്ച ഫാദർ ഡാമിയൻ, വിശുദ്ധ ഫാദർ ഡാമിയൻ, മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തെ അവതരിപ്പിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി. വീണ്ടും നമുക്ക് ഒത്തിരി പരിചയമുള്ള വ്യക്തിയല്ലേ മദർ തെരേസ. വിദേശിയായ മിഷണറി ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ കൽക്കട്ടയിൽ വന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് ഒരു മഠത്തിൻ്റെതായ സുരക്ഷിതമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മക്കളിൽ ഒരുവനായിട്ട് ജീവിച്ച് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറിയ മദർ തെരേസ. കണ്ടു നിന്നവർ ചോദിച്ചു, അമ്മ എങ്ങനെ ഇത് നിനക്ക് സാധിക്കുക? 1 കോടി രൂപ കിട്ടിയാൽ പോലും എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല. മദർ തെരേസ പറഞ്ഞു, 1 അല്ല 9 കോടി കിട്ടിയാലും എനിക്ക് സാധിക്കില്ല. പക്ഷേ ഈ പിടഞ്ഞു വീണ് മരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് ഞാൻ എൻ്റെ ഈശോയെ കാണുമ്പോൾ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവൽ റിട്രീറ്റിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ഈ ക്രിസ്മസ് സീസണിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഗുഡ്നസ് TV ഒരുക്കി തന്നിരിക്കുന്ന ഈ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ ഇന്ന് നമ്മോടും പറയുന്നത് തന്നെയാണ്. ഇന്ന് ദൈവത്തെ തേടുന്ന ഈ മനുഷ്യർക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തമ്പുരാനെ കാട്ടിക്കൊടുക്കുവാൻ നിനക്ക് സാധിക്കുമോ? നിനക്ക് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ, അത് നിന്റെ കുടുംബജീവിതമാകട്ടെ, നിന്റെ സമർപ്പണ ജീവിതമായിക്കോട്ടെ, നിന്റെ പ്രേക്ഷിത ജീവിതമായിക്കോട്ടെ, നീ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ യേശുവിനെ അവതരിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ. മാക്സിമിലിയൻ കോൾബെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ. മദർ തെരേസ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതമെന്ന് നിറവേറട്ടെ. ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ നമ്മോടും ചോദിക്കുകയാണ്, ക്രിസ്മസ് സീസണിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നെ കാട്ടിക്കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പുൽക്കൂട്ടിൽ പിറക്കുന്ന ഈശോയുടെ മുൻപിൽ നിഷ്കളങ്കരായി നിന്ന ആ ആട്ടിടയരോടൊപ്പം സ്തുതി പാടിയ മാലാഖമാരോടൊപ്പം നമ്മുടെയും ഹൃദയം സമർപ്പിക്കാം. ഉണ്ണീശോ നമുക്ക് നൽകുന്ന ആ സ്നേഹം, ആ സമാധാനം നമ്മിൽ ഭരണം നടത്തട്ടെ.